അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നാം നമ്മുടെ അദബിൻ്റെ ക്ലാസ്സിലാണുള്ളത്. എല്ലാ ആളുകളും കൃത്യമായി ക്ലാസ് വീക്ഷിക്കുകയും അത് ശ്രദ്ധിക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ചെയ്യുക എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എല്ലാവരും കിതാബെടുത്തുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ക്ലാസ് ഖറിയത്തി എന്ന് പറയുന്ന പാഠത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തുടക്ക ഭാഗം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ജാഅ മറത്തൻ സദീഖുൻ ലി മിനൽ ബലദി വദഖൽനൽ നഹ്റ വഖുൽനാ ലഹു തആല യാ അഖി ഫഗ്തസിൽ വസ്ബഹ് ഫഖാല ഇന്നി അഖാഫുൽ മാഅ വലാ അരിഫു السباحة فشجعناه وقلنا لا تخف ونحن معك فتشجع ودخل الماء وأراد أن يسبح ولكن ذهب إلى القعر فأخذنا بيده ورفعناه فخرج وقد شرب الماء. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു, ഈ ടൗൺ പ്രദേശത്തിലുള്ള അധികം ആളുകൾക്കും നീന്താൻ അറിയില്ല, അവർക്ക് വെള്ളം പേടിയാണ്, അവർ വെള്ളത്തിൽ ഇറങ്ങൂല എന്നൊക്കെ പറയുന്നു. അതിൻ്റെ ബാക്കി ജാഅ മറത്തൻ, ജാഅ വന്നു, മറത്തൻ ഒരിക്കൽ, സ്വദീഖുൻ ലി എൻ്റെ ഒരു കൂട്ടുകാരൻ, മിനൽ ബനദി ടൗണിൽ നിന്നുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ നാട്ടിൽ വന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. വദഖൽനൽ നഹ്റ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പുഴയിലേക്ക് പ്രവേശിച്ചു. പുഴയിൽ ചെന്നു, ഞങ്ങൾ പുഴ കാണണം, അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെ പുഴയിൽ ചെന്നു, പുഴയിൽ പ്രവേശിച്ചു. വഖുൽനാ ലഹു അപ്പോൾ ഞങ്ങൾ ആ കൂട്ടുകാരനോട് പറഞ്ഞു, തആല തആൽ വരൂ, തആൽ എന്ന് പറഞ്ഞാൽ ജി എന്നർത്ഥം, വരൂ എന്നർത്ഥം, ഇസ്മഫീലാണ് കേട്ടോ അത്. യാ അഖി ഞങ്ങളുടെ സഹോദര വരൂ, വഗ്തസിൽ വന്ന് കുളിക്കൂ, വസ്ബഹ് നീന്തു, എന്ന് നിങ്ങൾ വരൂ എന്നിട്ട് കുളിക്ക്, നീന്ത് പുഴയിൽ എന്ന് പറഞ്ഞു. ഫഖാല അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഇന്നി അഖാഫുൽ മാ ഇന്നി നിശ്ചയം ഞാൻ, അഖാഫു ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയാണ്, അൽ മാ വെള്ളം, വെള്ളം എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. വല അരിഫു സിബാഹത്ത മാത്രല്ല വല അരിഫു എനിക്കറിയുകയില്ല, സിബാഹത്ത നീന്തൽ, നീന്തൽ എനിക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞു. ഫഷജ്ജൈന അപ്പോൾ ഞങ്ങൾ ധൈര്യം കൊടുത്തു. ഷജ്ജു അവനെ ധൈര്യശാലിയാക്കി എന്നർത്ഥം. ഫഷജ്ജൈനാവു അപ്പോൾ ഞങ്ങൾ അവനക്ക് വലിയ ധൈര്യം കൊടുത്തു. ഷജ്ജൈന ഞങ്ങൾ ധൈര്യം കൊടുത്തു ഹു അവൻക്ക്. വഖുല്ല ഞങ്ങൾ പറഞ്ഞു, ലാ തഖഫ് നീ ഭയപ്പെടേണ്ടതില്ല, നീ പേടിക്കണ്ട, നീ എന്തിനാണ് പേടിക്കുന്നത്, വനഹ്നു മഅക് ഞങ്ങൾ നിൻ്റെ കൂടെയില്ലേ, വനഹ്നു ഞങ്ങളാവുന്നത് മഅക നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഫതശജ്ജ അപ്പോൾ അവനക്കൊരു ധൈര്യം വന്നു. ഫതശജ്ജ അപ്പോൾ അങ്ങനെ അവൻ ധൈര്യമുള്ളവനായി. ഫദഖലൽ മാ അങ്ങനെ വെള്ളത്തിലേക്ക് പ്രവേശിച്ചു, വെള്ളത്തിൽ ഇറങ്ങി. വഅറാദ അൻ യസ്ബഹ അങ്ങനെ അവരെന്ത് ചെയ്തു അറിയോ, നീന്താൻ വേണ്ടി ഉദ്ദേശിച്ചു. ഞങ്ങൾ പറഞ്ഞപ്പോൾ അവനക്കൊരു ധൈര്യം കിട്ടി, അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ വേണ്ടി നിൽക്കുകയാണ്. വലാക്കിൻ പക്ഷേ നീന്താൻ തുടങ്ങിയപ്പോൾ ദഹബ ഇലൽ ഖഅരി അവൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക്, ഇന്നലെ പറഞ്ഞാണ് കയർ അല്ലേ, വെള്ളത്തിൻ്റെ അടിഭാഗത്തിലേക്ക് അവൻ പോയി. ഫഅഖദ്ന അപ്പോൾ ഞങ്ങൾ പിടിച്ചു, ബിയദിഹി അവൻ്റെ കൈ പിടിച്ചു. വറഫഅനാഹു എന്നിട്ട് ഞങ്ങൾ അവനെ ഉയർത്തി. അഖദ്ന ഞങ്ങൾ പിടിച്ചു, ബിയദിഹി അവൻ്റെ കൈ പിടിച്ചു. വറഫഅനാഹു എന്നിട്ട് അവനെ ഉയർത്തി. ഫഖറജ അപ്പോൾ അവൻ പുറത്തു വന്നു, വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. വഖദ് ശരിബൽ മാ വഖദ് ശരിബ നിശ്ചയം അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, അൽ മാ വെള്ളം. സ്വാഭാവികമാണല്ലോ, നീന്താൻ അറിയത്തിലൊക്കെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി ആദ്യം ചെയ്യും, ഒന്ന് വെള്ളത്തിനടിയിൽ മുങ്ങും, എന്നിട്ട് കുറേ വെള്ളം കുടിക്കും. അപ്പം അതേപോലെ ഈ കൂട്ടുകാരനും എന്ത് ചെയ്തു, നീന്തറിയാത്ത ഈ കൂട്ടുകാരൻ വന്ന് വെള്ളത്തിലിറങ്ങിയപ്പോൾ ആ കൂട്ടുകാരനും സ്വാഭാവികമായി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയും അയാൾ ഞങ്ങൾ പിടിച്ച് പൊക്കിയപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. വക്കാന യഗ്തസിലു മഅനാ കുല്ല യൗമിൻ വയതഅല്ലമു السباحة حتى تعلمها وعبر النهر فتشجع وعبر مرتين. വക്കാന യഗ്തസിലു വക്കാന അങ്ങനെ ആ കൂട്ടുകാരനായി, യഗ്തസിലു ആ കൂട്ടുകാരൻ കുളിക്കും, മഅന ഞങ്ങളുടെ കൂടെ കുല്ലയോമിൻ എല്ലാ ദിവസവും അവൻ ഞങ്ങൾ പുഴയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ അവൻ വരും, എന്നിട്ട് കുളിക്കും.
വയതഅല്ലമു അവൻ പഠിക്കും അസ്സിബാഹത്ത നീന്താനും പഠിച്ചു. എല്ലാ ദിവസവും വരും കുളിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നീന്താനും പഠിച്ചു. ഹത്ത എത്രത്തോളം തഅല്ലമ അവർ പഠിക്കുന്നത് വരെ അവനത് പഠിച്ചു. വഅബറ അങ്ങനെ അവൻ വിട്ട് കടന്നു അന്നഹറ ആ പുഴ നീന്തി കടന്നു എന്നർത്ഥം. ഫതശജ്ജ അങ്ങനെ ഒരു ധൈര്യമുള്ളവനായി മാറി. വഅബറ അങ്ങനെ അവനൊറ്റക്ക് ഈ പുഴ നീന്തി കടന്നു മറത്തേനി 2 പ്രാവശ്യം എന്ത് ചെയ്തു അവന് ആ പുഴ ഒറ്റക്ക് എന്ത് ചെയ്തു നീന്തി കടന്നു, നീന്തക്കം പഠിച്ചു എന്നർത്ഥം. وإذا نزلت أمطار كثيرة وفاض النهر أصبحت قريتي شبه جزيرة يحيط بها الماء من 3 جهات. ഇനി വേറെ ഒരു കാര്യം പറയണം നാടിനെ കുറിച്ച്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എന്താണ് മഴ ശക്തമായി പെയ്യുമ്പം എന്ത് ചെയ്യും ഈ പുഴ 2 ഭാഗത്തേക്കും കരയിലേക്കും ഒഴുകും. അപ്പോൾ വലിയ വീതിയിൽ എന്ത് ചെയ്യും പുഴ ഒഴുകുന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്. ഇതാ നസലത്ത് അംസാറുൻ അങ്ങനെ മഴകൾ പെയ്താൽ കസീറത്തുൻ ഒരുപാട് മഴ പെയ്താൽ വഫാലൻ നെഹ്റു അങ്ങനെ പുഴ നിറഞ്ഞൊഴുകുകയും ചെയ്താൽ അന്നെഹ്റു പുഴ 2 ഭാഗത്തേക്കും നിറഞ്ഞിങ്ങനെ ഒഴുകുകയും ചെയ്തു കഴിഞ്ഞാൽ അസ്ബഹത്ത് ആയിത്തീരും ഖറിയത്തി എൻ്റെ ഗ്രാമമായി തീരും ഷിബഹ ജസീറത്തിൻ ഒരു ഉപദ്വീപാകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസീറത്ത് എന്ന വാക്ക് പഠിച്ചു, ദ്വീപ്. അപ്പം നമ്മൾ പറഞ്ഞു ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗം 4 ഭാഗവും വെള്ളം ഉണ്ടെങ്കിൽ അതിന് ദ്വീപ് എന്ന് പറയും. ഇന്ത്യ ഉപദ്വീപാണ്, 3 ഭാഗം വെള്ളം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ആ വാക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഉപദ്വീപ്. എന്താ ഷിബ് ജസീറത്തിൻ ഉപദ്വീപ്, സബ് കോണ്ടിനെൻ്റ് എന്ന് ഇംഗ്ലീഷ് പറയും കേട്ടോ. അപ്പം ഷിബ് ജസീറത്തിന് ഒരു ഉപദ്വീപായി മാറും എന്ന് പറഞ്ഞാൽ 3 ഭാഗം വെള്ളയിക്കരുതാ. എന്താ ഷിബ് ജസീറ എന്ന് പറഞ്ഞാൽ യുഹീത്തു ബിഹ അതിനെ ചുറ്റുമൽ വെള്ളം മിൻ 3 ജിഹാത്തിൻ 3 ഭാഗത്തിലും വെള്ളം ചുറ്റിക്കിടക്കും. ഒരു ഭാഗത്ത് മാത്രമേ കര ബാക്കി ഉണ്ടാവുള്ളൂ. വതബഖി ജിഹത്തുൻ വാഹിദത്തുൻ ഒരു ഭാഗം മാത്രം അവിടെ അവശേഷിച്ചിട്ടുണ്ടാവും, ഒരു ഭാഗം മാത്രം അവിടെ ബാക്കി ഉണ്ടാവും, ബാക്കി 3 ഭാഗം വെള്ളയിക്കാരം. നദ്ഹബു മിൻഹ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ പോവുക ഇലൽ ബലദി ടൗണിലേക്കൊക്കെ ഞങ്ങൾ പോകണമെങ്കിൽ ആ വഴിയിലൂടെയാണ് പോവുക. വനഷ്തരി എന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ബലദിൻ്റെ ജമ്മ അറിയാലോ, ബിലാദ് ബുൽദാൻ എന്നൊക്കെ ഉണ്ട് ജമ്മ്. ഇതിൻ്റെ ബലദിൻ്റെ ബലദിൻ ജമ്മ ബിലാദുണ്ട് ബുൽദാനുണ്ട്. വനഷ്തരി അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവരും, അത് ആ വഴിയിലൂടെ പോയിട്ട് നിർത്തും. അൽ ഹവായിജ ആവശ്യ വസ്തുക്കൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. ഹായിജത്തിന് അതിൻ്റെ മുഫ്രദ് കേട്ടോ, ഹവായിജ് ജം ആണ്, അതിന് മുഫ്രദ് ഹായിജത്താണ്, പഠിച്ചാണ് മുമ്പ്. വനഷ്തരി ഞങ്ങൾ വാങ്ങും അൽ ഹവായിജ ആവശ്യ വസ്തുക്കളെ മിനസ്സൂഖി എവിടുന്ന് അങ്ങാടിയിൽ നിന്ന് അവിടെ ആ വഴിയിലൂടെ പോയിട്ടാണ് വാങ്ങാൻ നടത്തും. വഫി സനത്തിൻ അങ്ങനെ ഒരു വർഷത്തിൽ കാന ഫൈലാനുൻ അദീമുൻ കാന ഉണ്ടായി ഫൈലാനുൻ അദീമുൻ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഫൈലാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോണ്ടില്ല അവിടെ വെള്ളം കയറി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഫൈലാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, അതിൻ്റെ ജമ്മ് ഫൈലാനാത്ത് കേട്ടോ, ജമ്മ് ഫൈലാനും ജമ്മ് ഫൈലാനാത്ത്. അപ്പോൾ ഒരു വർഷത്തിൽ ഫീ സനത്തിൻ ഒരു കൊല്ലത്തിൽ കാന ഉണ്ടായി ഫൈലാനുൻ അദീമുൻ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ഫാദൽ മാ വെള്ളമാകെ നിറഞ്ഞൊഴുകി. വദഹലൽ ബുയൂത്ത വെള്ളം വീടുകളിൻ്റെ ഉള്ളിൽ വരെ കയറിന. ദഹലൽ ബുയൂത്ത വീടുകളിൽ വരെ വെള്ളം കയറി. വഹാഫന്നാസു അൽ ഗറക്ക വഹാഫന്നാസു ജനങ്ങളൊക്കെ ആകെ ഭയപ്പെട്ടു. അൽ ഗറക്ക മുങ്ങിപ്പോകുമോ, ഗറക്ക് മുങ്ങ വെള്ളത്തിൽ വീടിനുള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് ഗറക്ക് മുങ്ങിപ്പോകുമോ എന്ന് ജനങ്ങളൊക്കെ പേടിച്ചു. വതറക്കിന ഞങ്ങൾ ഒഴിവാക്കി ഉപേക്ഷിച്ചു ഖറിയത്തിന ഞങ്ങളുടെ ഗ്രാമം. വദഹബിന അങ്ങനെ ഞങ്ങൾ പോയി ഇലൽ ബലദി ടൗണിലേക്ക് പോയി, അവിടെ പോയി താമസിച്ചു. വലം നെർജിയോ ഞങ്ങളത് ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നില്ല ഇല്ലാ ബഅദ ഷഹരിൻ ഒരു മാസം കഴിഞ്ഞിട്ടല്ലാതെ. ഇപ്പോൾ ഒരു മാസക്കാലം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോയി. ഉറപ്പല്ലേ, എല്ലാ ആളുകളും കണ്ടില്ലേ ചുമട് കെട്ടി അല്ലേ വലിയ ഭാരങ്ങൾ ബാഗൊക്കെ ലഗേജൊക്കെ എടുത്തിട്ട് ഓരോ സ്ഥലത്തേക്ക് മാറി പോകാണ്ടിരിക്കില്ലേ, വെള്ളം കയറുമ്പോൾ പേടിച്ചിട്ട് മുങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ട്. അപ്പം അതേപോലെ ഇവരെന്ത് ചെയ്തു, ആ നാട്ടിൽ നിന്ന് ടൗൺ പ്രദേശത്തേക്ക് പോയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ എന്തായത് തിരിച്ചു വന്നത്. ഷെഹർ ഞമ്മ് ഷുഹൂർ കേട്ടോ. ويزور قريتي كثير من الناس والعلماء لأنها قرية مشهورة ولد فيها كثير من العلماء والصالحين. സാറിൻ്റെ മുതാരിയാണ് യസൂറിലെ. വയസൂറു സന്ദർശിക്കും, വിസിറ്റ് ചെയ്യും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിസിറ്റ് എന്നർത്ഥം. വയസൂറു സന്ദർശിക്കും ഖറിയത്തി എൻ്റെ ഗ്രാമം
കസീറും മിനന്നാസ് ഒരുപാട് ആളുകൾ, ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ആളുകൾ എൻ്റെ ഗ്രാമം എന്ത് ചെയ്യാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. വൽ ഉലമായി ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് പണ്ഡിതന്മാരും. ലി അന്നഹ കാരണം ആ നാട്, എൻ്റെ ഈ ഗ്രാമം, അത് ഖറിയത്തുൻ മഷ്ഹൂറത്തുൻ വലിയ പ്രസിദ്ധമായ ഒരു നാടാണ്. മഷ്ഹൂറത്ത് എന്നാൽ വളരെ പ്രസിദ്ധമായത്, വെൽ നോൺ എന്ന് പറയും ഇംഗ്ലീഷിൽ, വലിയ അറിയപ്പെട്ട ഒരു നാടാണ്, പ്രസിദ്ധമായ ഒരു നാടാണ്. വുലിദ ഫിഹ ആ നാട്ടിൽ ജനിച്ചിട്ടുണ്ട് കസീറും മിനൽ ഉലമായി ഒരുപാട് പണ്ഡിതന്മാരും, വസ്വാലിഹീന ഒരുപാട് നല്ല ആളുകളും, സ്വാലിഹീൻ ഒരുപാട് നല്ല ആളുകളും ഒരുപാട് പണ്ഡിതന്മാരും ജനിച്ച ഒരു നാടാണ് എൻ്റെ നാട്, എൻ്റെ ഗ്രാമം. വലാ ഷാത്തിൻ നഹ്രി മസ്ജിദുൻ ഖദീമുൻ വഅലാ ഷാത്തിൻ നഹ്രി മസ്ജിദുൻ ഖദീമുൻ ബനാഹു ജദ്ദുനൽ കബീർ മളാ അലൈഹി 300 സിനീന 300 സനത്തിൻ ويدخل فيه الماء في كل فيضان ويمكث فيه الماء أياما طويلة. وعلى شاطئ النهر ഈ കടൽ ഈ പുഴയുടെ തീരത്തുണ്ട്. അല ഷാത്തി നെഹർ, ഷാത്തി എന്ന് പറഞ്ഞാൽ കര, തീരം എന്നൊക്കർത്ഥം, കര എന്നൊക്കർത്ഥം. ഷാത്തി അതിൻ്റെ ജമ്മ് ഷവാത്തു എന്നാണ്. ഷാത്തിൻ്റെ ജമ്മ് ഷവാത്തു. വഅല ഷാത്തി നെഹരി ഈ പുഴയുടെ തീരത്തുണ്ട് മസ്ജിദുൻ ഖദീമുൻ പഴയ ഒരു പള്ളിയുണ്ട്. ഖദീം എന്ന് പറഞ്ഞാൽ പഴയത്, ജമ്മ് ഖുദമാ കേട്ടോ, ഖദീമിൻ ജമ്മ് ഖുദമാ. അപ്പോൾ പഴയ ഒരു പള്ളി ആ പുഴയുടെ തീരത്തുണ്ട്. ജദ്ദുനൽ ബനാഹു അത് നിർമ്മിച്ചത് ജദ്ദുനൽ കബീർ ഞങ്ങളുടെയൊക്കെ മുതിർന്നതായിരിക്കുന്ന വല്ലിപ്പമാരാണ്, ഞങ്ങളുടെ മുതിർന്ന വല്ലിപ്പമാരാണ് എന്തായിട്ടുള്ളത് അത് നിർമ്മിച്ചിട്ടുള്ളത്. മളാ അലൈഹി ആ പള്ളിയുടെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ട് 300 സന 300 കൊല്ലം പഴക്കുണ്ട് എന്നർത്ഥം. മളാ അലൈഹി ആ പള്ളിയുടെ മേൽ കഴിഞ്ഞു പോയി 300 സന 300 കൊല്ലം പഴക്കുണ്ട് എന്നർത്ഥം. വയദുഖുലു ഫീൽ മാഉ ആ പള്ളിയിൽ പ്രവേശിക്കുമൽ മാഉ വെള്ളം, ഫി കുല്ലി ഫൈളാൻ എല്ലാ വെള്ളപ്പൊക്കത്തിലും എന്ത് ചെയ്യും, ആ പള്ളിയിൽ വെള്ളം കയറും. വയംകുസു ഫീ ആ വെള്ളം അവിടെ നിൽക്കും, തങ്ങി നിൽക്കും. മക്കസ എംകുസു താമസിക്കുന്ന തങ്ങി നിൽക്കും. എംകുസു ഫീ ആ പള്ളിയിൽ തങ്ങി നിൽക്കും, താമസിക്കുമൽ മാഉ വെള്ളം, അയ്യാമൻ തൊവീലൻ കുറേ ദിവസങ്ങൾ, നീണ്ട ദിവസങ്ങൾ എന്ത് ചെയ്യും ആ വെള്ളം പള്ളിയിലുണ്ടാവും. വലാക്കിന്ന പക്ഷേ ആ പള്ളി ലം യളഫ് ഇതുവരെ ബലഹീനമായിട്ടില്ല, അതിനൊരു ശോഷണം സംഭവിച്ചിട്ടില്ല, പള്ളിക്കൊരു കേടുപാട് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ പാട്ടും എന്തായിട്ടുണ്ട്, ഈ പാഠവും ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൃത്യമായി പാഠം കേട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന വർക്കുകളും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തിയിട്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.